തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷനകത്തുള്ള പല സീറ്റുകളും പല നേതാക്കന്മാരും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പണം വാങ്ങി നൽകുന്നു എന്ന ഒരു ആരോപണം നമ്മൾ തന്നെ ഇപ്പൊ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. രവി താണിക്കലിന് ഉറപ്പായും നൽകാമെന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റാണ് ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കുന്നത്. തെളിവുകൾ ആവശ്യപ്പെട്ട് ആളുകൾ എന്നാൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. ആർക്കൊക്കെയോ അദ്ദേഹം പണം നൽകിയിട്ട് തന്നെയാണ് ഈ സീറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. കാരണം അവിടെ സീറ്റിന് അർഹതപ്പെട്ട വേറെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒല്ലൂർ സെൻട്രൽ സീറ്റിന് വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു കോൺഗ്രസ് നേതാവിന് പണം നൽകിയിട്ട് അതിന് 100 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കോൺഗ്രസ് ആണെന്ന് പരിശോധിച്ചാൽ മതി. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിലേക്ക് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് ഏകദേശം 3ഓളം ആൾക്കാർ ഇന്ന് രാജിവെച്ച് കഴിഞ്ഞു. ഒരാൾ രാജിവെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കെ മുരളീധരന്റെ വിശ്വാസത്തിന് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഈ ഒരു പൊട്ടിത്തെറി കാണുന്നത്, വീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം തുടങ്ങി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിട്ടും. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കോക്കസ് ഉണ്ടാക്കി ആ കോക്കസിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് സീറ്റുകൾ നൽകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ആ ചർച്ച വളരെ വിവാദമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയും അതവിടെ നിൽക്കട്ടെ. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഇത്തവണ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. BJP സംബന്ധിച്ച് BJP ഒരുപാട് അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ അവർ എന്ത് വിധേയനെയും പിടിച്ചെടുക്കുമെന്നൊക്കെ. പക്ഷെ അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയും അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ മുൻപിൽ നിർത്തി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് പത്മജ വേണുഗോപാലനെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. കാരണം മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ അത് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അത് അതിജീവിക്കാൻ തന്നെ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പം സംശയത്തിന്റെ വക്കിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷനകത്തുള്ള പല സീറ്റുകളും പല നേതാക്കന്മാരും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പണം വാങ്ങി നൽകുന്നു എന്ന ഒരു ആരോപണം നമ്മൾ തന്നെ ഇപ്പൊ അങ്ങോട്ട് ഉന്നയിക്കുകയാണ്. നമ്മളൊരു ആരോപണമായിട്ട് തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ വിഷയം പറയുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ചില സീറ്റുകൾ നൽകിയിട്ടുള്ളത് പണം വാങ്ങിയിട്ട് തന്നെയാണ്. തെളിവുകൾ ആവശ്യപ്പെട്ട് ആളുകൾ എന്നാൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാം. ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. മുൻ ഇരിങ്ങാലക്കുട MLA ആയിരുന്ന ജോസ് താണിക്കലിന്റെ മകൻ രവി താണിക്കൽ, അദ്ദേഹം DCC സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കാൻ കാരണം എന്താണ്? കുരീച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പായിട്ടും നൽകാം എന്ന് പറഞ്ഞിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന DCC സെക്രട്ടറിയാണ് രവി താണിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ രവി താണിക്കലിന് കുരീച്ചിറ സീറ്റ് ഉറപ്പായും നൽകാം എന്നുള്ളൊരു വാഗ്ദാനം ആര് കൊടുക്കുന്നു? തൃശ്ശൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ നിസ്സാരക്കാരനായിട്ടുള്ള നേതാവൊന്നുമല്ലല്ലോ. കേരളത്തിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള മുൻ നിയമസഭാ സ്പീക്കറൊക്കെ ആയിട്ടുള്ള തൃശ്ശൂർ നീണ്ടകാലം MLA ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ തേറമ്പിൽ രാമകൃഷ്ണൻ നൽകിയ ഉറപ്പ് പോലും അദ്ദേഹത്തിന് പാലിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ഇടപെടൽ വരുന്നു. ആ ഇടപെടൽ ആരുടെയാണ്? ശ്രീ K മുരളീധരന്റെയാണ്. ഈ K മുരളീധരനെ നമ്മൾ എത്രത്തോളം അനുകൂലിക്കുന്ന സമയത്തും പിന്തുണയ്ക്കുന്ന സമയത്തും അദ്ദേഹം തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ ഒരു ജാഗ്രതക്കുറവ്, ആ ജാഗ്രതക്കുറവ് കാരണം അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു യുവ വനിതാ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് തൃശ്ശൂർ തന്നെ തോൽപ്പിച്ച തൃശ്ശൂര് ഇനി ആ കോർപ്പറേഷൻ കോൺഗ്രസ്സുകാർ ഭരിക്കേണ്ട, അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യാത്ത തൃശ്ശൂരുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇനി അവിടുന്ന് പ്രാദേശികമായ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കേണ്ട എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ സതീശൻ കുരീച്ചിറ എന്ന് പറയുന്ന ഒരാളെ ഈ പറഞ്ഞ രവി താണിക്കലിനെ മാറ്റിയിട്ട് കുരീച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞേ, ഈ ഓൾറെഡി K മുരളീധരൻ എന്ന് പറയുന്ന ആള് തൃശ്ശൂർ തോറ്റു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് കോർപ്പറേഷന്റെ ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ? അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട സതീശൻ കുരീച്ചിറ ആരെന്ന് മനസ്സിലായോ? ശ്രീ K മുരളീധരൻ തോൽക്കുന്ന സമയത്ത് DCC ഓഫീസിൽ പോയി തല്ലുണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ടല്ലോ. നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഒരു വ്യക്തിയാണത്. അദ്ദേഹമാണ് ഈ സതീശൻ കുരീച്ചിറ എന്ന് പറയുന്നത്. ഈ സതീശൻ കുരീച്ചിറയാണ് കുരീച്ചിറ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കോർപ്പറേഷനകത്തെ കോർ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതി രവി താണിക്കലിന് ഉറപ്പായും നൽകാമെന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റാണ് ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒല്ലൂർ സെൻട്രലിലെ സീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒല്ലൂർ സെൻട്രലിൽ നമ്മുടെ വാർത്ത വന്നതിനെ തുടർന്ന് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെയൊക്കെ മാറ്റി, ഇപ്പോൾ ഡേവിസ് ചക്കാലക്കലിനെയൊക്കെ മാറ്റിയിട്ട്
ഇപ്പൊ അവിടെ പുതിയൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് KJ പോളി എന്നാണ്. ഈ KJ പോളി ആരാണ് എന്ന് ഒല്ലൂരിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു ആഗ്രഹം കയറി. അദ്ദേഹം ഇനി ആരോടെങ്കിലും ഒക്കെ ഞാൻ ഇന്ന ആൾക്ക് പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ചില ആളുകൾ പറയുന്നു ആർക്കൊക്കെയോ അദ്ദേഹം പണം നൽകിയിട്ട് തന്നെയാണ് ഈ സീറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. കാരണം അവിടെ സീറ്റിന് അർഹതപ്പെട്ട വേറെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒല്ലൂർ സെൻട്രൽ സീറ്റിന് വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ KJ പോളി എന്ന് പറയുന്ന ആളവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന ആളാണ് അതിലും രസം. CP പോളി. ഈ CP പോളിയും KJ പോളിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും അടുത്ത സുഹൃത്തുക്കൾക്ക് തമ്മിൽ എന്താ മത്സരിച്ചുകൂടെ എന്ന്. മത്സരിച്ചുകൂടായികയൊന്നുമില്ല. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സുഹൃത്തുക്കൾ തമ്മിൽ മത്സരിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നുമില്ല. കാരണം പല സ്ഥലങ്ങളിലും ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDFന് വേണ്ടിയിട്ട് ഒല്ലൂർ സെൻട്രൽ തോറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട് UDFന്റെ ചില നേതാക്കന്മാർ ചില ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആരോപണം. നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം ഇതാണ്. ഇതില് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുവാദം അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ട് എങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചില വോയിസ് ക്ലിപ്പുകൾ നമ്മൾ അങ്ങോട്ട് പുറത്തേക്ക് ഇടാം. ഈ പറഞ്ഞ ചില സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള വോയിസ് ക്ലിപ്പുകൾ അതിലുണ്ടാവും. അതിൽ നിന്ന് കൂടുതൽ വ്യക്തമാകും. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരെന്ന് പറയാൻ പറ്റില്ല, ഈ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നേ? താഴേക്കടയിൽ കോൺഗ്രസ് വികാരവും കോൺഗ്രസിന്റെ പതാകയും കയ്യിലേന്തി പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന, മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന, തല്ലുകൊണ്ട് നടക്കുന്ന സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ മത്സരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത്? ആ തെരഞ്ഞെടുപ്പിൽ അവർക്കല്ലേ സീറ്റ് കൊടുക്കേണ്ടത്? മറിച്ച് അവർക്ക് സീറ്റ് കൊടുക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, തങ്ങളുടെ പെട്ടിപിടിക്കുന്ന ആളുകൾക്ക്, തങ്ങൾക്ക് പണം തരുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ മര്യാദയാണെന്നേ? അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞത് കേട്ട് ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം MP വിൻസെന്റ് എന്ന് പറയുന്ന ആള് KC വേണുഗോപാലിന്റെ സ്വന്തം കക്ഷിയാണ്. ജോസ് വള്ളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K സുധാകരന്റെ സ്വന്തം ആളാണ്. അവിടുത്തെ DCC പ്രസിഡന്റ് ജോസഫ് ടാർഗറ്റ് എന്ന് പറയുന്ന ആള് KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ആളാണ്. MP വിൻസെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. TN പ്രതാപനെ കുറിച്ചൊന്നും ഞാൻ അധികം ഇനി പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോളുണ്ട്. തൃശ്ശൂരെ കോൺഗ്രസിനെ നശിപ്പിക്കാനും തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെന്ന കോൺഗ്രസ്സുകാരുടെ സ്വപ്നത്തെ തല്ലിക്കെടുത്തുന്നവരും അത് മനസ്സിലാക്കണമെന്ന് ഇനിയെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഇവരെയൊക്കെ ഭയക്കുന്നത് എന്നാണ് എനിക്ക് സംശയമുള്ളത്. നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? എത്ര ആളുകളാണ്, പ്രധാനപ്പെട്ട ആളുകളാണ് രാജിവെക്കുന്നത് കോൺഗ്രസിൽ നിന്നും. അതായത് മുൻ കൗൺസിലർ 2 ദിവസം മുമ്പ് രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ഇന്നലെയും ഇന്നുമായിട്ട് 4 രാജിയാണ് നടന്നിട്ടുള്ളത്. ആ 4 രാജിയിൽ ഒരു രാജി എന്ന് പറയുന്നത് മുൻ MLA ആയിട്ടുള്ള ജോസഫ് താന്നിക്കലിന്റെ മകനും DCC സെക്രട്ടറിയുമായ രവി താന്നിക്കലിന്റെയാണ്. ഒരു DCC സെക്രട്ടറി ഒക്കെ മനം നൊന്ത് കോൺഗ്രസ് പാർട്ടി വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു നിമിയോ അങ്ങനെ എന്തോ ഒരു കൗൺസിലർ രാജിവെച്ചിട്ടുണ്ട്. ആ കൗൺസിലർ NCPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് ഞാൻ അറിയാൻ വേണ്ടി സാധിച്ചത്. മിനി റപ്പായി NCPയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. NCP അവർക്ക് അവിടെ സീറ്റ് കൊടുക്കുന്നു. അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് എന്നാണ് പറയുന്നത്. 750ഓളം വോട്ടുകൾക്ക് വിജയിച്ചൊരു മണ്ഡലം. ആ മണ്ഡലമാണ് ഈ ഒരു ഗ്രൂപ്പ് പ്രശ്നത്തിന്റെ പേരിൽ കൊണ്ട് ഇപ്പൊ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കല്ലെന്ന് വോട്ട് ചെയ്യേണ്ടത്. പ്രാദേശികമായിട്ട് ആ ബൂത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ട സീറ്റ് കൊടുക്കാനായിട്ട്. മറിച്ച് ഇവര് DCC ഓഫീസിൽ ഇരുന്നുകൊണ്ട് എന്റെ പെട്ടി പിടിച്ച ആളാണിത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പൊറോട്ടയും ബീഫും മേടിച്ചെന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ ഇറക്കി വിട്ടയാളാണ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പരിപ്പൂടയും ചായം മേടിച്ചെന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക്, കൊടി പിടിച്ചു നടക്കുന്ന സമരത്തിൽ പങ്കാളികളാവുന്ന ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരു പക്ഷേ ഇവർക്ക് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കാനോ, പൊറോട്ടയും മുട്ടയും മേടിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ആട്ടുംകാലും മേടിച്ചു കൊടുക്കാനോ, കോഴിക്കാലും മേടിച്ചു കൊടുക്കാനോ ഒന്നും കാശുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാനായിട്ട് കാശുണ്ടാവത്തില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സീറ്റ് നിഷേധിക്കാൻ പാടുണ്ടോ? ഞാൻ ഒരു വ്യക്തി പണം വാങ്ങി എന്ന് പറയുന്നില്ല. കൃത്യമായ തെളിവുകളുണ്ട് പണം വാങ്ങിയത് എന്ന് പണം കൊടുത്തയാള് പറയുന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഇല്ല. നമ്മൾ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരു കാര്യം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ പറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തൃശ്ശൂർ കോൺഗ്രസ് നേതാക്കന്മാർ കുറച്ചുകൂടി സൂക്ഷിക്കണം. പണമൊക്കെ വാങ്ങുന്നത് നല്ലതാണെന്നേ, പക്ഷെ അത് പണം വാങ്ങുന്നവർ അത് എത്രത്തോളം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്നു എന്ന കാര്യം കൂടി കോൺഗ്രസ് നേതാക്കന്മാരെന്ന് ആലോചിക്കണം. അതല്ലെങ്കിൽ പണിയാണ്. ഒരു കോൺഗ്രസ് നേതാവിന് പണം നൽകിയിട്ട് അതിന് 100 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടോ എന്ന് കോൺഗ്രസ് ആണെന്ന് പരിശോധിച്ചാൽ മതി.
നമ്മൾ അതിൽ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ ഡാമേജ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഓപ്പണായിട്ട് പറയാതിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ തൃശ്ശൂരെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. മറിച്ച് ഈ പണം മേടിച്ച് വീണ്ടും സീറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഇനിയും സമയമുണ്ട്. നോമിനേഷൻ പിൻവലിക്കാനും നോമിനേഷൻ കൊടുക്കാനുമായിട്ട് സമയമുണ്ട്. ആ സമയം കൃത്യമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനകത്തുള്ള കോൺഗ്രസ് നേതൃത്വം പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ഏതൊക്കെയായാലും സാധാരണക്കാരായിട്ടുള്ള അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ മാനിക്കാൻ തൃശ്ശൂർ DCCയും KPCCയും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.